ब्रह्माच्युत शंकर प्रभृतिः देवै सदा पूजिता सा मां पातु सरस्वती भगवती. ശ്രീ വാസുദേവൻ പിള്ള സാറിന്റെ നിര്യാണത്തിൽ ഒരു നിമിഷം നമ്മൾ അനുസ്മരണം നടത്തുന്നതിന് മാറ്റിവെക്കുകയാണ്. ദേശീയ അധ്യാപകനെ സംബന്ധിച്ച് കൊല്ലം ജില്ലാ ദേശീയ അധ്യാപകത്ത് വളരെ ആനുകാലിക പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. നമ്മൾ ബാഷ്പാഞ്ജലി അർപ്പിക്കുന്ന ഒരേ ഒരു അധ്യാപക സംഘടന നമ്മൾ മാത്രമായി. അതുപോലെ രാജ്യത്ത് ഭീകരവാദം നടത്തുമ്പോൾ ആ ഭീകരവാദത്തെ അവലംബിച്ചുകൊണ്ട് തെരുവിൽ ഒരു പ്രതിഷേധം ദേശീയ അധ്യാപകത്ത് മാത്രമല്ല അധ്യാപക സമൂഹം മുന്നോട്ട് പോകുന്നു. നമുക്ക് അർഹതപ്പെട്ട പല ആനുകൂല്യങ്ങളും സർക്കാർ നിഷേധിച്ചിരിക്കുന്ന സാഹചര്യം കൊണ്ട് തൊഴിക്കുന്ന ഒരു സർക്കാർ, കേരള സർക്കാർ. അതുപോലെ തന്നെ അധ്യാപകരുടെ ആനുകൂല്യങ്ങൾ ഏറ്റവും ഒടുവിൽ ഇന്നലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഏറ്റവും ഒടുവിൽ നമുക്ക് അർഹത വിഷയത്തിൽ വളരെ ക്രിയാത്മകമായി ഇടപെട്ടുള്ള ഒരേ ഒരു അധ്യാപക സംഘടനയും ദേശീയ അധ്യാപക പരിഷത്ത് തന്നെയാണ്. ഈ കേറ്ററ്റ് വിഷയത്തിൽ രാജ്യത്തെ ഏതാണ്ട് 808 കളക്ടർമാരിലൂടെ ദേശീയ അധ്യാപക പരിഷത്ത് നിവേദനം നൽകി അത് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനുള്ള ഒരു നടപടിക്രമം നടത്തിയ ഒരേ ഒരു അധ്യാപക സംഘടനയും ദേശീയ അധ്യാപക പരിഷത്ത് മാത്രമാണ്. അതോടൊപ്പം തന്നെ രാജ്യത്തെ എല്ലാ പാർലമെന്റ് ഇരുന്നാലും അധ്യാപകർക്കൊപ്പം ഗവൺമെന്റ് ഉണ്ടാവും എന്ന ഒരു സാഹിത്യ ധാരാളം വിഷയങ്ങളുണ്ട്. അത് ഉചിതമായ ഒരു വേദിയാണ് നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. ആ വേദിക്ക് ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യാനുള്ള നമുക്കറിയാം 12 ഉപജില്ലകളിൽ നിന്നും എത്തിച്ചേർന്നിരിക്കുന്ന വളരെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ മാത്രം പങ്കെടുക്കുന്ന ഒരു ജില്ലാ സമ്മേളനമാണ് നമ്മളിവിടെ നടക്കുന്നത്. ഒരുപാട് ദീർഘിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനിയും കലവറയില്ലാത്ത സഹായങ്ങളും കലവറയില്ലാത്ത സഹകരണങ്ങളും ഈ അധ്യാപക സമൂഹത്തിൽ നിന്നും നമ്മുടെ പ്രസ്ഥാനത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓരോരോ കാര്യങ്ങൾക്കും അധ്യാപക പരിഷത്ത് എന്നും ഒരുമിച്ചുണ്ടായിരിക്കും. നമുക്ക് ചേർന്നുകൊണ്ട് അധ്യാപക പരിഷത്തിനെ ഒരുപാട് ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാം. അതിന് വരുന്ന ആളുകൾ ഇനിയും ഫലപ്രദമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ശ്രീ ഹരി ആർ വിശ്വനാഥ് സാറിനെയും അതുപോലെ തന്നെ റെജി ലുക്കു സാറിനെയും രണ്ടുപേരെയും ചേർന്ന് ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാദരം ക്ഷണിക്കുകയാണ്. ദേശീയ അധ്യാപക പരിഷത്ത്, നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ എന്ന വാക്ക് കേൾക്കുമ്പോഴേ ഒരു തൊഴിലാളി പ്രസ്ഥാനമാണ് എന്ന തോന്നലാണ് നമ്മളിൽ ഉണ്ടാകുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി നമ്മുടെ എല്ലാ പോസ്റ്റുകളിലും നോട്ടീസിൽ വരുന്ന ഒരു ആപ്തവാക്യം നാം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അധ്യാപനം രാഷ്ട്രസേവനം, വിദ്യാഭ്യാസം രാഷ്ട്ര പുരോഗതിക്ക് എന്നുള്ള കാര്യം. നാം എല്ലാം പഠിക്കുന്ന കാലത്ത് ഇന്നത്തെ പോലെ അൺഎയ്ഡഡ് സ്കൂളുകൾ ധാരാളം ഉണ്ടായിരുന്നില്ല. CBSE ICSE സ്കൂളുകൾ ഉണ്ടെങ്കിലും പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചവരാണ് നമ്മളിൽ ബഹുഭൂരിപക്ഷം. ആ പൊതുവിദ്യാലയങ്ങളിൽ നമുക്കറിയാം 8ാം ക്ലാസ് മുതലോ അല്ലെങ്കിൽ 6ാം ക്ലാസ് മുതലോ 6.25 രൂപ വീതം 2 തവണ മാത്രം ഫീസ് അടച്ചാണ് നാം പഠിച്ചത്. പ്രീ ഡിഗ്രി
വിദ്യാഭ്യാസവും അതുപോലെ ചെറിയ തുക കൊടുത്താണ് പഠിച്ചത്. ഡിഗ്രി വിദ്യാഭ്യാസവും അതുപോലെ PG അതുപോലെ. നമ്മുടെ വിദ്യാഭ്യാസം നടത്തിയത് നമ്മുടെ മാതാപിതാക്കളാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും അവരുടെ തുക കൊണ്ടല്ല നാം പഠിച്ചത് എന്ന് മനസ്സിലാക്കാം. ശമ്പളം നൽകി നമ്മളെ പഠിപ്പിക്കാൻ നിയോഗിച്ച അധ്യാപകരെ നിയോഗിച്ച രാഷ്ട്രമാണ് നമ്മളെ വിദ്യാഭ്യാസം നൽകിയത് എന്ന് നാം മനസ്സിലാക്കണം. PSC നിയമനം ലഭിച്ച ആൾക്കാരെ സംബന്ധിച്ചോളം ആ നിയമനം ലഭിക്കാൻ നമുക്ക് എത്ര രൂപ ചെലവായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് ജോലി വാങ്ങി തന്നതും നമ്മുടെ രാഷ്ട്രമാണ്. നാം ഇന്ന് തൊഴിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് ശമ്പളം തരുന്നതും നമ്മുടെ മാനേജ്മെന്റ് അല്ല, നമ്മുടെ രാഷ്ട്രമാണ്. അതുകൊണ്ടാണ് നമ്മുടെ മുഖ്യ ലക്ഷ്യം രാഷ്ട്ര സേവനമാകണം എന്ന് പറയാൻ കാര്യം. നമ്മെ പഠിപ്പിച്ച, നമുക്ക് ജോലി വാങ്ങി തന്ന, നമുക്ക് വിദ്യാഭ്യാസം തരുത്തുന്ന, നമുക്കിപ്പം നമ്മുടെ ജീവസന്ധാരണത്തിന് ആവശ്യമായ തുക നൽകുന്ന രാഷ്ട്രമായതുകൊണ്ട് അധ്യാപനം രാഷ്ട്ര സേവനമാകണം എന്നൊരു ലക്ഷ്യത്തിൽ പ്രവർത്തിക്കേണ്ട സംഘടനയാണ് ദേശീയ അധ്യാപക പരിഷത്ത്. തികച്ചും വിരോധാഭാസം എന്ന് പറയട്ടെ, കഴിഞ്ഞ വർഷം ഒരു യൂണിവേഴ്സിറ്റി സെന്ററിൽ നടന്ന സർവേയിൽ, കേരളത്തിലെ 400 വിദ്യാർത്ഥികളുടെ ഇടയിൽ നടത്തിയ സർവേയിൽ കേവലം 20 കുട്ടികൾ മാത്രമാണ് തന്റെ വിദ്യാഭ്യാസ കാലഘട്ട ശേഷം കേരളത്തിൽ ജോലി ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. 40ഓളം വിദ്യാർത്ഥികൾ കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും ജോലി ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ 400ഓളം വിദ്യാർത്ഥികൾ ഇന്ത്യക്ക് വെളിയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. എന്താണ് ഇതിന് കാരണം? നമ്മുടെ രാഷ്ട്രം നൽകുന്ന വിദ്യാഭ്യാസം, നമ്മൾ അധ്യാപകർ നൽകുന്ന വിദ്യാഭ്യാസത്തോട് നേടിയെടുക്കുന്ന ബൗദ്ധിക നിലവാരം സ്വന്തം രാഷ്ട്രത്തിന് വേണ്ടി ഉപയോഗിക്കാതെ മറ്റുള്ള രാഷ്ട്രങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നതിന്റെ പിന്നിൽ അധ്യാപകർക്ക് ഒരു ചെറിയ പങ്കുണ്ട് എന്ന് നാം തിരിച്ചറിഞ്ഞ് അത് തിരുത്താനുള്ള ശ്രമം അധ്യാപകരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. നാം ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സമാജത്തിൽ നമ്മുടെ സംസ്കാരത്തെ തകർക്കാനുള്ള നീക്കങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയേണ്ട അധ്യാപകരാണ്. കേവലം സിലബസിലുള്ള പാഠഭാഗങ്ങൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക എന്നൊരു ചെറിയ ലക്ഷ്യം മാത്രമാണ് നമുക്കുള്ളത്. അതിനുവേണ്ടിയുള്ള സമയം നമ്മൾ അതിനുവേണ്ടി ചെലവഴിക്കണം. എന്നാൽ ഈ രാഷ്ട്രത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാനുള്ള ആർജവം അധ്യാപകർക്ക് ഉണ്ടാകണം. അത് മാത്രമല്ല, അത് തന്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികളിലേക്ക് പകർന്നു കൊടുത്ത് അതുവഴി ആ വിദ്യാർത്ഥികളിലേക്കും അവരുടെ രക്ഷകർത്താക്കളിലേക്കും അതുവഴി ആ കുടുംബത്തേക്കും അതുവഴി ആ സമൂഹത്തിലേക്കും ഈ കാര്യങ്ങൾ എത്തിക്കുന്ന ഭാരിച്ച ഉത്തരവാദിത്തമുള്ളവരാണ് ദേശീയ അധ്യാപക പരിഷത്തിന്റെ അധ്യാപകർ. ഒരു അധ്യാപകനും ഹെഡ് മാസ്റ്ററുമായിരുന്നു. എൻ്റെ 2 സഹോദരങ്ങൾ അധ്യാപകരാണ്. എൻ്റെ കസിൻസിൽ നിറയെ പേർ അധ്യാപകരാണ്. ഒരു അധ്യാപക ഫാമിലിയിൽ നിന്നാണ് ഞാനും എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു 3-3.5 പതിറ്റാണ്ട് കാലം എഴുത്തിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും മറ്റ് പ്രവർത്തനങ്ങളിലൂടെയും ഞാനൊരു ഇടതുപക്ഷക്കാരനായിരുന്നു. അതും ഒരു കട്ട കമ്മിയായിരുന്നു. പക്ഷേ നമ്മളിങ്ങനെ വായിച്ചും പഠിച്ചും അത്യാവശ്യം യാത്രകളൊക്കെ ചെയ്ത് നമ്മൾ കേൾക്കുന്നതിനേക്കാളും കൂടുതൽ കണ്ടറിയുമ്പോൾ നമ്മളിലുണ്ടാകുന്നൊരു പരിവർത്തനമുണ്ട്. ഒരു മനുഷ്യൻ്റെ ഏജിൽ അവൻ്റെ ബാല്യം, യൗവനം, അല്ലെങ്കിൽ ബാല്യം, കൗമാരം, യൗവനം, തുടർന്നുള്ള മധ്യവയസ്സ്, ഈ കാലഘട്ടങ്ങളിലെല്ലാം മനുഷ്യൻ്റെ മനസ്സിൽ പരിവർത്തനങ്ങളുണ്ടാവും. അത് ഹ്യൂമൻ സൈക്കോളജിയാണ്. അതിൽ നിങ്ങൾ അധ്യാപകരാണ് ആദ്യത്തെ പരിവർത്തനത്തിൻ്റെ ഉത്തരവാദികൾ. നിശ്ചയമായും മാതാപിതാക്കൾക്ക് അതിന് തുല്യ പങ്കുണ്ട്. നിങ്ങൾ പകർന്ന് നൽകുന്ന ആശയങ്ങൾ, അതൊരു കുട്ടിയിൽ വന്നു പതിക്കുന്ന വിസ്ഫോടനങ്ങൾ, അതിലൂടെ അവൻ്റെ ബ്രെയിനിൽ വരുന്ന മാറ്റങ്ങൾ, ഇതെല്ലാമാണ് ഒരു മനുഷ്യൻ്റെ ഭാവിയിലേക്കുള്ള പരിവർത്തനങ്ങളായി അവൻ രൂപാന്തരപ്പെടുന്നത്. പിന്നീടുള്ള കാലഘട്ടം അവൻ്റെ വിവേചന ബുദ്ധിയാണ്. ഈ വിവേചന ബുദ്ധി എന്ന് പറയുന്ന കാലഘട്ടത്താണ് അവർ ഏറ്റവും കൂടുതൽ കണ്ടറിയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഹോവാർഡ് ഗാർണറെ കുറിച്ച്. നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 9 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് ഡെർമറ്റോഗ്ലിഫിക്സ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വമാണ് ഹോവാർഡ് ഗാർണർ. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള തിയറി എന്ന് പറയുന്നത്, ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ, ഒരു കുട്ടിയും മണ്ടനായി ജനിക്കുന്നില്ല. നമ്മളവരെ വിട്ടികളും മണ്ടനും കൊള്ളാത്തവരായി മാറ്റിയെടുക്കുക. കാരണം എന്തുകൊണ്ടാ? 3 ടൈപ്പിൽ ബ്രെയിനിൻ്റെ ന്യൂട്രോണിൽ ഉള്ള ശാസ്ത്രീയ രാസപ്രക്രിയകളുടെ
ഒരു ശിശു ജനിക്കുന്നത് 3 കാറ്റഗറിയിൽപ്പെട്ടവരാണ്. 4മതൊരു കാറ്റഗറി ഉണ്ട്, പക്ഷേ അത് അൺവിസിബിളാണ്. ഒന്ന് ഓഡിറ്ററി, ശബ്ദം കൊണ്ട് കാര്യങ്ങൾ ഗ്രഹിക്കുക. പിന്നെ വിഷ്വൽ ലേണർ. ഇപ്പോൾ നിങ്ങളൊരു അധ്യാപിക ഒരു ബോർഡിൽ എഴുതി വെച്ചാൽ ആ വിഷ്വലിലൂടെ, കാഴ്ചയിലൂടെ ബ്രെയിൻ ഗ്രാസ്പ് ചെയ്യുന്ന കുട്ടികളുടെ അല്ലെങ്കിൽ മനുഷ്യന്റെ ഗണത്തിൽപ്പെട്ടവരാണ് നമ്മളിൽ. ഇതിലേതെങ്കിലും ഒരു ഗണത്തിൽപ്പെട്ടവരായിരിക്കും നമ്മൾ. ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അധ്യാപിക സംസാരിച്ച് കുട്ടികളെ ടീച്ച് ചെയ്ത് വാക്കിലൂടെ അവരുടെ ബ്രെയിനിലേക്ക് ഗ്രാസ്പ് ചെയ്യിപ്പിക്കുന്ന, അതിൽ ലേൺ ചെയ്യുന്ന, ആരാണ് ലേണിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്. മൂന്നാമതൊരു ഉപാധിപ്പെട്ട ആൾക്കാരുണ്ട്, അവർ കൈനസ്തെറ്റിക് എന്ന് പറയും. അതായത് കുസൃതി കാണിച്ചുകൊണ്ട് ആ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് പ്രശ്നം? ഓഡിറ്ററി ആയ ഒരു കുട്ടി ബോർഡിൽ എഴുതി കാണിക്കുന്നു അധ്യാപകൻ, കുട്ടികളോട് അതിന്റെ ഡെഫിനിഷൻ എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ കുട്ടികളോട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ ഈ ഓഡിറ്ററി ആയിട്ടുള്ള കാറ്റഗറിയിൽപ്പെട്ട കുട്ടിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. ആ സമയം വിഷ്വൽ ലേണർ ആണ് എന്നുണ്ടെങ്കിൽ അവൻ അല്ലെ അവൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ടീച്ചർ പറയുന്നത് ഗ്രാസ്പ് ചെയ്ത് അത് മറുപടി പറയും. മൂന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഏറ്റവും ബ്രില്യൻ്റ് ആൾക്കാർ. എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശാസിക്കുന്നതോ അടിക്കുന്നതോ മൂന്നാമത്തെ കൂട്ടരാണ്. അവരാണ് കൈനസ്തെറ്റിക്. അവര് എപ്പോഴും കുസൃതിത്തരങ്ങൾ, അവരടങ്ങിയിരിക്കത്തില്ല. TV കാണും, പടം വരയ്ക്കും, കൂടെ ഒരു പുസ്തകം വായിക്കും. നമ്മുടെ മാതാപിതാക്കൾ അടക്കി ഒതുക്കും. മാതാപിതാക്കളുടെ പ്രത്യേകത എന്താ? നമ്മളെല്ലാവരും കാറ്റഗറിപ്പെട്ടവരാ. ഉറക്ക വായിക്കുന്ന കുട്ടികളെ കൂടുതൽ അമ്മയാണ് ശാസിക്കുന്നത്. അവരെന്താ പറയുന്നത്? നിങ്ങൾ മനസ്സിരുത്തി വായിക്കട, അല്ല വായിക്കും മോളെ, ഒച്ച വായിച്ചാലൊന്നും പഠിക്കത്തില്ലെന്ന് പറയും. പക്ഷേ ഈ കുട്ടി ഓഡിറ്റർ ആണ്. ചില ആളുകളുണ്ട്, ചില കുട്ടികൾ പുസ്തകമോ പേപ്പറോ എടുത്താൽ ഇങ്ങനെ നോക്കിയിരിക്കും. ഞാൻ ആ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്. അപ്പൊ ഈ അമ്മയോ അച്ഛനോ പറയും ആ കുട്ടി പഠിക്കത്തില്ല, ചുമ്മാ പുസ്തകം തുറന്നിരിക്കും, ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറയും. ഈ ടീച്ചറും ബുദ്ധി എഴുതുന്നത്. പക്ഷെ അവളാരാ? വിഷ്വൽ ലേണറാണ്. മൂന്നാമത്തെ ആൾ വീട്ടിലിരുന്നുകൊണ്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ്. അവനെ അടിച്ചൊതുക്കും, അവൻ കൈനസ്തെറ്റിക്ക. ഈ ടെസ്റ്റ് എടുത്ത്, ഇത് സയൻസാണ് ഞാനീ പറയുന്നത്, ലോകം അംഗീകരിച്ചിരിക്കുന്ന. ഇന്ത്യയിലെ, നോർത്ത് ഇന്ത്യയിലെ പല സ്കൂളുകളും പാശ്ചാത്യ നാടുകളിലും മുഴുവൻ സ്കൂളുകളിലും ഈ ടെസ്റ്റ് എടുത്തതിന് ശേഷം അഡ്മിഷൻ കൊടുക്കത്തുള്ളൂ. ഫ്രം LKG ഓർ പ്ലേ സ്കൂൾ ഓൾവേസ്. അപ്പൊ ഇവരെ കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിഷ്വൽ ലേണറായ കുട്ടികളുടെ ഒരു ഗ്രൂപ്പിലെ ഒരു ഡിവിഷനിൽ വെച്ചാൽ ബോർഡിൽ എഴുതി കൊടുക്കുകയോ കാണിച്ചു കൊടുക്കുകയോ ചെയ്താൽ ആ കുട്ടികൾ പഠിക്കും. ഇല്ല എങ്കിൽ അവരുടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി അത് വായിക്കാൻ പറയും. ഞാൻ പറഞ്ഞ ഈ ഓഡിറ്ററി കാറ്റഗറിപ്പെട്ടവർ. വിഷ്വൽ ലേണറാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്ത് ശബ്ദത്തിലൂടെ ലേൺ ചെയ്യും. മൂന്നാമത്തെ ആൾ കുസൃതിലൂടെ ലേൺ ചെയ്യും. അപ്പോൾ ഈ ഹോവാർഡ് ഗാർണർ ലോകത്തിൽ നൽകിയ ഏറ്റവും വലിയ ലേണിംഗ് പാറ്റേൺ ആണ് ഡെർമറ്റോഗ്ലിഫിക്സ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ്. അധ്യാപകർക്ക് എല്ലാവരും അറിയാവുന്നതാണ്. ഞാൻ ഈ അഭിസംബോധന ചെയ്യുന്നത് മഹത്തരമായ രാജ്യസേവനവും രാഷ്ട്ര പുനർനിർമ്മിതിക്കുള്ള പുതിയ തലമുറയെയും മറ്റു തലമുറകളെയും വാർത്തെടുക്കുന്ന സമൂഹം ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന അധ്യാപകരുടെ മുന്നിലാണെന്നുള്ള ബോധ്യത്തിലൂടെയാണ് സംസാരിക്കുന്നത്. അതായത് ഒരു ക്ലാസ്സിലെ കുട്ടികൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പറഞ്ഞു കൊടുത്താൽ പഠിക്കാത്ത കുട്ടിയുടെ പിതാവിനെയും മാതാവിനെയും സഹികെട്ടി ടീച്ചർ വിളിച്ചിട്ട് പറയും കുട്ടിയൊന്നും പഠിക്കുന്നില്ല, എന്ത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, കുട്ടിയെ നിങ്ങൾ മറ്റേതെങ്കിലും സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ പറയും. ഈ ലേണിംഗ് പാറ്റേൺ അറിയാത്തതിന്റെ ഗതികേട് കൊണ്ടാണ് നമ്മുടെ കുട്ടികളിൽ പലരും ഒന്നിനും കൊള്ളാത്തവരായി. അവന്റെ ഉള്ളിലുള്ള വികാരങ്ങളോ അവന്റെ ബ്രെയിനിലുള്ള ഡ്യുവൽ ബ്രെയിൻ തിയറിയിലൂടെ അവനെ മനസ്സിലാക്കാത്തതിന്റെ അല്ല അവളെ മനസ്സിലാക്കാത്തതിന്റെ ഗതികേട് കൊണ്ടാണ് അതാണ് ഈ ഭൂമിയിൽ ഒരാൾ പോലും മണ്ടന്മാരും മണ്ടികളോ, ഞാൻ നാടൻ ഭാഷ ഉപയോഗിച്ചുള്ളൂ, ഈ ലോകത്തിൽ ജനിക്കുന്നില്ല. നമ്മുടെ അധ്യാപക വൃത്തിയിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ എല്ലാവരും കഴിവുകൊണ്ട് ഉന്നത നിലയിലെത്തുന്നവരാണ്. നിങ്ങൾക്കൊരു ഉദാഹരണം പറയാം. ക്ലാസ് മുതൽ ഈ കുട്ടിയുടെ ക്രിക്കറ്റിനുള്ള താല്പര്യം അദ്ദേഹത്തിന്റെ സഹോദരനാദ്യം കണ്ടെത്തുന്നു. പിന്നീട് ആ സ്കൂളിലെ ക്രിക്കറ്റ് കോച്ച് അജ്രേക്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കോച്ച് കണ്ടുപിടിക്കുന്നു. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന് അദ്ദേഹം ഒരു ലെജൻഡായി. അദ്ദേഹം 10ാം ക്ലാസ് വരെ പഠിച്ചു എന്നുള്ള എന്തെങ്കിലും ഒരു പരാതി ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കുമില്ല. മഹാനായ യേശുദാസ് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഇന്ന് യേശുദാസിനെ 10ാം ക്ലാസ് മാത്രമുള്ള ആളാണെന്ന് നമ്മൾ ആരെയും അധിക്ഷേപിക്കുമോ? യേശുദാസിന്റെ ശബ്ദം കേൾക്കാൻ നമ്മൾ ഒരു ദിവസം പോലും കടന്നു പോകത്തില്ല.
നമ്മുടെ കേരളം ഭരിച്ച 3 മുഖ്യമന്ത്രിമാർ 10ാം ക്ലാസ്, 2 പേര് 10ാം ക്ലാസ് വരെ, ഒരാൾ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. മഹാന്മാരെ ജന്മമെടുത്തിട്ടുള്ള പലരും ഈ ലോകത്തിൽ വിദ്യാഭ്യാസം എത്ര ഡിഗ്രി നേടി എന്നുള്ള നേട്ടത്തിലല്ല അവർ അറിയപ്പെടുന്നത്. അവരെല്ലാവരും അവന്റെ തലച്ചോറിൽ ഈശ്വരൻ നൽകിയിരിക്കുന്ന ഡ്യുവൽ ബ്രെയിൻ തിയറിയിലെ ഇലക്ട്രോണിന്റെ പരിവർത്തനപരമായിട്ട് അവന്റെ ടാലന്റ് അവർ ചെറുപ്പത്തിൽ കാട്ടിക്കൂട്ടും. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു കുട്ടി അവന്റെ ടാലന്റ് ജന്മന കാണിക്കും. അവനെ അതിലൂടെ നിങ്ങൾ വളർത്തിവിട്ടാൽ അവൻ ലോകത്തിന്റെ നെറുകയിലെത്തി വൻ പ്രശസ്തി നേടും. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ടേസ്റ്റ് സെൻസ് മുന്നോട്ട് കൊണ്ടു. ഇപ്പൊ ഇതെല്ലാവർക്കും അറിയാം. ഇത് ഞാനിവിടെ പറയാനൊരു കാരണമുണ്ട്. ആ കാരണം എന്ന് പറയുന്നത്, പല വിദേശ രാജ്യങ്ങളിലും നിങ്ങളൊക്കെ യാത്ര ചെയ്യാറുണ്ട്. സന്ദർഭോചിത ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് പലർക്കും അറിയാം, ചർച്ചകൾ കേട്ടാൽ അറിയാം. ഞാൻ അമേരിക്കയിൽ കുറേ വർഷം ജോലി ചെയ്ത ഒരാളാണ്. അവിടെ സ്കൂളുകളിലും കോളേജുകളിലും, എസ്പെഷ്യലി സ്കൂളുകളിൽ, അവിടുത്തെ പോലീസ് ഓഫീസേഴ്സ് വന്ന് എല്ലാ ആഴ്ചയിലും 2 അവർ ക്ലാസ് എടുക്കും. അവരെന്താ ക്ലാസ് എടുക്കുന്നത് അറിയോ? അവര് ഒരു കുട്ടി അവന്റെ രാജ്യത്തിനോട് ചെയ്യേണ്ട സേവനങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ നല്ലൊരു പൗരനായി വളരാം, എങ്ങനെ നിങ്ങളൊരു നല്ല ഡ്രൈവറായി മാറാം, എങ്ങനെ പരിസ്ഥിതിയെ ശുദ്ധീകരിക്കാം, എങ്ങനെ നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പോരാടാം, നിങ്ങളെ ആരെങ്കിലും ശല്യം ചെയ്താൽ, അത് മാതാപിതാക്കളാണെങ്കിൽ പോലും നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആയാൽ നിങ്ങൾക്ക് പോലീസിനെ വിളിക്കാൻ നിങ്ങളുടെ സഹായം അവിടെയുണ്ട്. ഇല്ല എങ്കിൽ നിങ്ങളുടെ അധ്യാപികയോട് പറയാം. മാതാപിതാക്കളാണെങ്കിലും ഏതൊരു വ്യക്തിയാണെങ്കിലും ഈ ഭൂമിയിൽ അവിടെ ജീവിക്കുന്നവരിൽ ഈ കുഞ്ഞിനെ വിഷമിപ്പിച്ചെന്നും പറഞ്ഞ് അവൻ പരാതി കൊടുത്താൽ 3 മാസം അയാൾക്ക് ജാമ്യം പോലും കിട്ടത്തില്ല. നമ്മുടെ നാട്ടിൽ കുട്ടികളെയാണ് നമ്മൾ ഏറ്റവും മോശമായ തലമുറയാണ് കാണുന്നത്. നിങ്ങളൊരു ബസ്സിൽ കയറൂ, നമ്മുടെ കുട്ടികളെ 2ാം തരം 3ാം തര കിടപ്പ് പൗരന്മാരായിട്ടാണ് കാണുന്നത്. വളരുന്ന പുതിയ തലമുറയാണ് രാജ്യത്തിന്റെ നട്ടെല്ലെന്ന് പറയുന്നത്. അവിടെ പഠിപ്പിച്ചു കൊടുക്കും. ഇവിടെ നമ്മുടെ കുട്ടികളെ ഏറ്റവും തരം താഴ്ന്ന, യാതൊരു പൗരാവകാശമില്ലാത്ത ആ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളായിട്ട്, അല്ലെങ്കിൽ തലമുറയായിട്ടാണ് നമ്മുടെ ആളുകൾ പെരുമാറുന്നത്. സ്കൂളിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങുന്ന വൈകുന്നേരങ്ങളിൽ പോകുന്ന കുട്ടികളെ വഴിയെ വരുന്ന വണ്ടിക്കാരനും ബസ്സുകാരനും മറ്റുള്ളവരെല്ലാം പുച്ഛിച്ച് കാണുകയും ദേഷ്യപ്പെടുകയും ചെയ്യും. എന്നാൽ ആ കുട്ടിയാണ് നാളെ നമ്മളെ ഭരിക്കേണ്ടത്. ഈ രാജ്യത്തിന്റെ പുനർനിർമ്മിതിക്കും മുന്നോട്ടുള്ള യാത്രയ്ക്കും ഏറ്റവും വലിയ ചുക്കാൻ പിടിക്കേണ്ട ആ കുട്ടിയുടെ തലമുറയാണെന്നുള്ള ചിന്ത നമ്മുടെ നാട്ടിലില്ല. കാരണം എന്തുകൊണ്ടാ? നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ മേഖലയുടെ പരിഷ്കരണം ഇല്ലായ്മ. ഇത് ഞാൻ പറയാൻ കാരണം ഒന്നുണ്ട്. എന്നെ CPM-ന്റെ 30-35 വർഷത്തെ സഹയാത്രി പദത്തിൽ നിന്നും കഴിഞ്ഞ 7-8 വർഷത്തെ ആ പാർട്ടിയുടെ മെമ്പർഷിപ്പിൽ നിന്നും മാറി ചിന്തിക്കാൻ അവസാനമായിട്ട് ഞാൻ ആലോചിക്കാനുള്ളൊരു കാരണത്തിലേക്കാണ് ഞാൻ വരുന്നത്. PM ശ്രീ പദ്ധതി. PM ശ്രീ പദ്ധതി ഇവിടുത്തെ ഒരു ഇടതുപക്ഷ പാർട്ടി അതിനെതിരെ പത്രസമ്മേളനം നടത്തിയപ്പോൾ അന്ന് മുതലുള്ള ചർച്ചകളിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ളത് നിങ്ങൾ ആരെങ്കിലും കാണും. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ട്രേഡ് യൂണിയന്റെ കേരളത്തിലെ ഉന്നത നേതാവ് ഞാനും തമ്മിൽ ഒരു ചർച്ചയിൽ പങ്കെടുത്തു. ഞാൻ CPM-ന്റെ സഹയാത്രികനായിട്ട്. ഇപ്പൊ ഇദ്ദേഹം ഇതിന്റെ ദോഷങ്ങൾ പ്രധാനമന്ത്രിയുടെ പേരെഴുതി വെക്കണം, ഇത് BJP-യുടെ അജണ്ട അടിച്ചേൽപ്പിക്കാനുള്ളതാണ്. നിങ്ങൾക്കറിയാമല്ലോ, യൂണിവേഴ്സിറ്റികളിലെ വൈസ് ചാൻസലർമാരുടെ വിഷയത്തിലൊക്കെ നമ്മൾ കണ്ടതാ. എന്നും പറഞ്ഞു ഇദ്ദേഹം വലിയ രീതിയിൽ വാദോരാതെ സംസാരിച്ചു. എൻ്റെ ഊഴം വന്നു. ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ട ട്രേഡ് യൂണിയൻ സുഹൃത്തെ, താങ്കൾ ഈ സംസാരിക്കുന്നത് ലക്ഷക്കണക്കിന് മലയാളികളോടാണ്. പ്രൈം മിനിസ്റ്ററുടെ പേര് എഴുതി വെച്ചാൽ എന്താ തെറ്റ്? പദ്ധതി എന്താണ്? ഞാൻ അദ്ദേഹത്തിനോടൊരു ഉദാഹരണം പറഞ്ഞു. ഞാൻ ജോലി ചെയ്ത രാജ്യം, അവിടെ ഒരു പദ്ധതി ഒരു പ്രസിഡന്റ് പ്രഖ്യാപിക്കുക, ഒബാമ കെയർ. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ആ രാജ്യത്തെ ഒരു വ്യക്തി പോലും അതിനെ എതിർത്തില്ല. കാരണം പ്രസിഡന്റിന്റെ പദ്ധതി ഒബാമ കെയർ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാമാണത്. അത് ഇന്നും അവിടെ തുടരുക. ഒബാമയുടെ അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടായിരിക്കാം, പക്ഷേ ആ രാജ്യത്തിന്റെ പ്രസിഡന്റിന്റെ പേരിൽ എഴുതി വെക്കണ്ടേ? നിരവധി ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു. ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ പേര് പോലും എഴുതണ്ട, പ്രൈം മിനിസ്റ്ററുടെ പദ്ധതി എഴുതിയാൽ മതി. പക്ഷെ ഈ പദ്ധതി എന്താണ്? കാലത്തിനൊപ്പം ലോകത്തിനൊപ്പം കുട്ടികൾ വളരാനുള്ള
ഏറ്റവും പ്രധാനപ്പെട്ട 3 പദ്ധതികളാണ് ഇതിലൂടെ നമ്മുടെ സ്കൂളുകളിൽ അവതരിപ്പിക്കുന്നത്. സെലക്ടഡ് ആയിട്ടുള്ള സ്കൂളുകളിൽ കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ പങ്കും സംസ്ഥാന സർക്കാരിന്റെ നേരിയ പങ്കും തുക 1 കോടിയിലേറെ എമൗണ്ട് ആണെന്നായിരിക്കണം ഒരു സ്കൂളിൽ കിട്ടുന്നത്. അഗ്രികൾച്ചർ സെഗ്മെന്റ്, കൃഷി, അതിലെ കുട്ടികളുമായിട്ട് അവരിൽ അതിൻ്റെ ഒരു അവബോധം സൃഷ്ടിക്കുക. സ്പോർട്സ്, ഈ ഭൂമിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പുതിയ തലമുറയ്ക്കും അല്ലാത്ത തലമുറയ്ക്കും മസ്റ്റായിട്ട് പകർന്നു കൊടുക്കേണ്ട ഒരു വിഭാഗമാണ് സ്പോർട്സ് എന്ന് പറയുന്നത്. ഈ സ്പോർട്സ് പഠിപ്പിക്കുന്ന തമാശക്കാണെന്നാണ് നമ്മളെ പലരുടെയും ലോകത്തിൽ മുഴുവൻ പ്രാധാന്യം നൽകുന്നത്. ആരോഗ്യമുള്ള ശരീരത്തെ ആരോഗ്യമുള്ള ചിന്തകൾ വരുള്ളൂ. ആരോഗ്യമുള്ള തലമുറയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഈ നാടിന് വേണ്ടി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആദ്യം വേണ്ടത് എന്താ? നല്ല ആരോഗ്യം. ഇപ്പോൾ BJP കേന്ദ്ര സർക്കാർ 11 വർഷമായിട്ട് ഈ രാജ്യത്തെ സ്പോർട്സ് നൽകുന്ന സംഭാവനകൾ, നമ്മുടെ ഒളിമ്പിക്സിൽ നമ്മൾ നേടിയ സ്വർണങ്ങളും മെഡലുകളും ചരിത്രത്തിന്റെ ഭാഗമല്ലേ? അപ്പോൾ സ്പോർട്സ്, അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒരുക്കുക. സ്കൂളുകളിൽ സ്പോർട്സ് നല്ല രീതിയിൽ സ്പോർട്സിൽ പങ്കെടുത്താൽ വേറെ പ്രത്യേകതയുണ്ട്. അതൊരു ഹെൽത്തി കോമ്പറ്റീഷനാണ്. പരസ്പര സ്നേഹവും ബഹുമാനവും കുട്ടികളിൽ വളരും. നല്ലൊരു തലമുറ, ഹെൽത്തി കോമ്പറ്റീഷൻ തലമുറ ഭാവിയിൽ വളർന്നു വരും. ഈ അന്തസ്സില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ഗോകുവാദങ്ങളും പറഞ്ഞ് നമ്മളെ കബളിപ്പിക്കുന്ന ഒരു തലമുറ ഇനി ഉണ്ടാകത്തില്ല. അതാണ് സ്പോർട്സിന്റെ പ്രത്യേകത. മൂന്നാമത്തെ എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, അഗ്രികൾച്ചർ സെഗ്മെന്റ്, സ്പോർട്സ്, ശാസ്ത്രീയ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. ഈ റോഡിങ്ങനെ ഉണ്ടാക്കി. UP എന്ന് പറയുന്ന സ്റ്റേറ്റ് ഉണ്ട്. ആ സ്റ്റേറ്റിനെ കുറിച്ച് കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും നമ്മളോട് പറയുന്നത്, യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന വർഗീയവാദി, ഏറ്റവും ക്രൂരനായ ഭരണാധികാരി, ഏകാധിപതി അല്ലേ? എന്നാൽ ഇവര് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്ന, ഇവിടുത്തെ മാധ്യമങ്ങളും പറയുന്ന നെഗറ്റീവ് പ്രൊപ്പഗാൻഡയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങൾ UP-യിൽ പോയാൽ, പണ്ട് പോകുമ്പോൾ എങ്ങനെയാണെന്നറിയോ? 4 ചുറ്റിലും ഈ സ്റ്റണ്ടുമായിട്ട് നിൽക്കുന്ന സെക്യൂരിറ്റിക്കാർ അവരുടെ അകമ്പടിയിൽ ഈ ഗുണ്ടകൾ, പ്രാദേശിക നേതാക്കന്മാർ, അവിടെ ഗുണ്ടാ പിരിവായിരുന്നു. സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഒരു സുഡാന്റെ കിഴക്കൻ പ്രദേശം പോലെയായിരുന്നു ഈ ഉത്തർപ്രദേശ്. പക്ഷെ ഇപ്പോൾ നിങ്ങളോട് ചെല്ലൂ, ഏത് സ്ത്രീക്കും ഏത് പാതിരാത്രിക്കും നിർഭയം യാത്രയാവുന്ന മനോഹരമായ ഒരു സ്റ്റേറ്റായി UP മാറിക്കഴിഞ്ഞു. സകല തെമ്മാടികളെയും ഗുണ്ടകളെയും പിടിച്ച് അകത്തിട്ട് പലരെയും ഷോട്ട് ചെയ്തു. ഈ ബഹുമാനപ്പെട്ട യോഗി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റിലേക്കാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വിദേശ നിക്ഷേപം വന്നുകൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും പ്രശ്നബാധിത പ്രദേശത്തേക്ക് ഏതെങ്കിലും വിദേശ കമ്പനി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമോ? തമിഴ്നാട് നോക്കൂ. കേരളത്തിന് നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 36ഓളം തവണ വിദേശയാത്ര നടത്തി. അതിലൊരു യാത്ര ഞാൻ നടത്തിയ ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട, നിങ്ങളെല്ലാം കേട്ട് കാണും, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട മാലിന്യ സംസ്കരണ ഫാക്ടറി ജനീവയിൽ നേരിട്ട് കാണാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോയി. സ്കോട്ട്ലൻഡ് യാത്രയോടൊക്കെ അത് വലിയ വാർത്തയായിരുന്നു. 2018 ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ദീർഘമായിട്ടുള്ള ഏത് പ്രസംഗവും ബോറടിക്കുന്ന എനിക്കറിയാം, എങ്കിലും ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. 2018 6 ഓട്ടോ എക്സ്പോ, ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടോ എക്സ്പോ ആണ്. എൻ്റെ സുഹൃത്തുക്കൾ എന്നെ ക്ഷണിച്ചു. ഞാൻ ജനീവയിൽ ചെല്ലുന്നു. എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത് ഇപ്പോൾ 5ാമത്തെ പ്രാവശ്യം സ്വിറ്റ്സർലൻഡിലെ സൊളാത്തോർ എന്ന് പറയുന്ന സ്റ്റേറ്റിലെ MLA ആണ്. മലയാളിയാണ്. കോട്ടയം BC കോളേജിൽ പഠിച്ച ലേഡിയാണ്. അവർ അവിടെ അവിടുത്തെ ഒരു വലിയ ഒരു വ്യക്തിയുമായിട്ട് മാരേജ് ചെയ്ത് അവിടെ സെറ്റിൽ ചെയ്തു. ഇന്ന് അവരവിടെ 5ാമത്തെ തവണ MLA ആണ്. അവരെൻ്റെ സുഹൃത്ത്. അവരുടെ ഗസ്റ്റ് ഹൗസിലായിരുന്നു ആവശ്യം. പിറ്റേ ദിവസം ഞങ്ങൾ ഓട്ടോ എക്സ്പോ കാണാൻ പോയപ്പോഴാണ് കാണുന്നത് ഹെസ് എന്ന് പറയുന്ന ഒരു വാഹനം, ബസ്സുണ്ട്, ഡ്രാമുണ്ട്, ഡബിൾ ഡെക്കർ ഉണ്ട്. നിങ്ങൾ യൂറോപ്പിൽ എവിടെ പോയാലും കാണാം. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ, അമേരിക്കയിലും കാണാം ഇലക്ട്രിക്കൽ വാഹനങ്ങൾ, ബസ്സുകൾ. അത് ഹെസ. 75 വർഷങ്ങൾക്ക് മുമ്പ്, 2018 75 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്താദ്യമായിട്ട് ഇലക്ട്രിക്കൽ വാഹനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ കമ്പനിയാണ്.
അപ്പൊ എന്റെ സ്നേഹിതൻ പറഞ്ഞു, ഞങ്ങൾ ഈ ബസ്സിൽ നിന്ന് കയറി. എന്റെ സുഹൃത്ത് പറഞ്ഞു, ഈ സൂസൻ ഫേൺസ്ബരി എന്ന് പറയുന്ന നമ്മുടെ MLA-യോട് രജി ഒന്ന് ചോദിച്ചു നോക്കൂ, ഈ ഫാക്ടറി നമുക്കൊന്ന് കാണാനുള്ള അവസരം കിട്ടുമെന്ന്. അന്ന് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി 2014 അധികാരം വഹിക്കുമ്പോൾ പാർലമെന്റ് പ്രഖ്യാപിച്ച 15 പ്രഖ്യാപനങ്ങളിൽ ഒന്ന് ഈ രാജ്യം പരിസ്ഥിതി മാലിന്യമുക്തമാക്കും, ഇലക്ട്രിക്കൽ വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കും. 2016 പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റപ്പോഴും നിയമസഭയിൽ അവതരിപ്പിച്ച പദ്ധതികളിൽ 3-ാം സ്ഥാനം ഇതാ. എൻ്റെ മനസ്സിൽ ഒന്ന് ചുരുക്കി പറയാം, ഈ ഫാക്ടറി കാണാനുള്ള അസുലഭ അവസരം എനിക്കുണ്ടായി. എൻ്റെ സുഹൃത്തും ഈ MLA ഞാനും കൂടെ അവിടെ ചെന്നു. ഈ ഫാക്ടറിയുടെ ഉടമസ്ഥൻ സഹിതം ഞങ്ങളെ സ്വീകരിച്ചു. അവിടെ മുഴുവനും കണ്ടു. 2-ാം ദിവസം അവിടെ സന്ദർശിച്ചു. അപ്പോൾ ഞാനൊരു റിക്വസ്റ്റ് വെച്ചു, ഞങ്ങളുടെ രാജ്യം ഇലക്ട്രിക്കൽ വാഹനങ്ങളിലേക്ക് മാറാൻ പോകുന്നു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഈ നയം അതാണ്. എന്തായാലും മാറിയേ പറ്റൂ. ലോകത്തിൽ 2ാമത് പരിസ്ഥിതി മലിനീകരണം ഉള്ള രാജ്യമെന്ന് കുപ്രശസ്തി ഇന്ത്യക്കുണ്ട്. 2018 അതുകൊണ്ട് ഞങ്ങളുടെ സംസ്ഥാനത്ത് ഒരു രാജ്യത്ത് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? അവിടുത്തെ മന്ത്രി ഇന്റർവ്യൂ ചെയ്തു. പക്ഷെ നിർഭാഗ്യവശാൽ ഉത്തരേന്ത്യയെ പോലെ BJP ഭരിക്കുന്ന സർക്കാർ ഒരു ഗവൺമെന്റിനെ പോലെ ഒരു സ്ട്രോങ് ഗവൺമെന്റ് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ പിന്നിൽ പോയത്. അല്ലായിരുന്നുവെങ്കിൽ 800 പേർക്ക് തൊഴിൽ. കാരണം അവര് കമ്പോണൻസ് കൊണ്ടൊന്ന് അസംബിൾ ചെയ്യുക. 1 കിലോമീറ്റർ 5 രൂപ മാത്രം ഇൻവെസ്റ്റ്മെന്റ്. 20 വർഷത്തെ ഗ്യാരണ്ടി ബസ്സിന് നടന്നില്ല. ഇപ്പോൾ ഉടൻകൊല്ലി ബസ്സുകളാണ് ഈ ഇലക്ട്രിക് ബസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ തകർത്ത് തരിപ്പണമാക്കിയത് ഈ ഗവൺമെന്റാണ്. അപ്പൊ ഞാൻ ഉത്തരേന്ത്യയിലൊക്കെയുള്ള യാത്ര ചെയ്തപ്പോൾ കിട്ടിയ വിഷ്വലായിട്ടുള്ള അനുഭവങ്ങളും ഇതൊക്കെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറെ നാളുകളായിട്ട് എൻ്റെ മനസ്സിലുണ്ട്, അടുത്ത ജനറേഷനെ ഇവർ തകർക്കുക അധികാരത്തിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടിയിട്ടും. ഒരു കാര്യം പറഞ്ഞ് അവസാന ഭാഗത്തേക്ക് കിടക്കാം. ഞാൻ 2002 അവസാനം അമേരിക്കയിൽ എത്തുമ്പോൾ അമേരിക്കക്കാരെ എന്നോടൊക്കെ ചോദിക്കും, ആരോടായാലും ചോദിക്കുന്നത്, ആർ യു ഫ്രം പാകിസ്ഥാൻ? കാരണം വേൾഡ് ട്രേഡ് സെന്റർ തകർത്തതിന് ശേഷം അവർക്ക് ഭയമാണ്. നമ്മളെല്ലാം പാകിസ്ഥാനികളാണെന്നുള്ള അവരുടെ ധാരണ. നമ്മൾ മറുപടി കൊടുക്കുന്ന ഫ്രം ഇന്ത്യ. കാര്യമായ ഭൂരൊന്നും ഇന്ത്യയെ കുറിച്ചില്ല. ചിലർ ഗാന്ധിയെ കുറിച്ച് പറയും, ചിലർ മദർ തെരേസയെ കുറിച്ച് പറയും. ഒരു പുവർ കൺട്രി. ഞാൻ ആ രാജ്യത്ത് നിന്ന് തിരിച്ചു വന്നതിന് ശേഷം പലതവണ അവിടെ യാത്ര ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ അമേരിക്ക പോലെയുള്ള മറ്റ് രാജ്യങ്ങളിൽ ചെല്ലേ, ഒരു ഇന്ത്യക്കാരനെന്ന് പറഞ്ഞാൽ അഭിമാനത്തോടും അന്തസ്സോടും കൂടിയാണ് അവർ നമ്മളോട് ഇങ്ങോട്ട് പ്രതികരിക്കുന്നത്. കണ്ടുകൊണ്ട് കണ്ട ഒരാളെ അനുഭവിച്ച ഒരാളാണ് ഞാൻ എക്സാജറേറ്റ് പറയുന്നതല്ല. ഭാഗ്യം കൊണ്ട് യാത്ര ഒരുപാട് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു വലിയ ഇൻട്രസ്റ്റ് ആണ്. നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളെ കുറിച്ച് ചിന്തിക്കൂ. ഞാൻ BJP-യിലേക്ക് വന്നതിന്റെ പിറ്റേ ദിവസം ഫിലന്ദർ രാജു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പത്തനംതിട്ടക്കാരനാണ്. ആ പേര് സ്പെഷ്യലാണ്. 7-8 വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് ഇദ്ദേഹത്തുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് നിന്നുപോയി. അദ്ദേഹം എന്നെ വിളിക്കുന്നു. എൻ്റെ ഫോണ് ഇന്നും എൻ്റെ ഫോൺ ആളുകളുടെ വിളികളാൽ നിറഞ്ഞുകൊണ്ടിരിക്കുക. പലതും മോശമായിട്ട് സംസാരിക്കാനെന്നുള്ള ഇതിലെങ്കിലും ഞാൻ ഫോൺ എടുത്തു. എനിക്ക് പേടിയൊന്നുമില്ല. ഈ ഫിലിന്ദർ രാജു എന്നെ വിളിച്ച് പറഞ്ഞു, രജി സാർ എന്നെ ഓർക്കുന്നല്ലോ, ഈ പേര് കേട്ടപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. അദ്ദേഹം പറഞ്ഞൊരു വാചകം നിങ്ങൾ മനസ്സിൽ കുറിക്കുക. അദ്ദേഹം 31 വർഷം സൗദി അറേബ്യയിൽ ബിസിനസ് ചെയ്തു. 6000 റിയാൽ ഒരു മാസം അറബിക്ക് കൊടുക്കണം, അയാളുടെ സ്പോൺസർക്ക് കൊടുക്കണം. ഇപ്പോൾ അദ്ദേഹം നാട്ടിൽ തിരിച്ചു വന്ന് എറണാകുളത്ത് വലിയ ഫ്ലാറ്റ് സംശയങ്ങളൊക്കെ പണിത് അയാൾ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പൊ അയാളുടെ മകൻ ഒരു ഫാക്ടറി അവിടെ കണ്ടക്ട് ചെയ്യുക. അദ്ദേഹം പറഞ്ഞു, സാറേ കഴിഞ്ഞ 10 വർഷമായി മോദിജി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി വന്നതിന് ശേഷം മറ്റ് ഞങ്ങൾക്ക് ഇന്ത്യക്കാരെന്ന് പറയുന്നവർക്ക് പുച്ഛ,
ബംഗ്ലാദേശിൽ കടന്നു വരാം. ഇപ്പം ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ അവർ ഞങ്ങൾക്ക് റെസ്പെക്റ്റ് ഒന്ന് വേറെയാണ്. ഈ കപ്പം കൂടുതൽ 10 കുറഞ്ഞു. UAE എന്ന് പറയുന്ന രാജ്യത്തും ഇൻക്ലൂഡിങ് സൗദി അറേബ്യ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇനി കിട്ടാത്ത ഒരൊറ്റ അവാർഡില്ല. അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നാലും അവർക്ക് പോലും കിട്ടാത്ത സ്വീകാര്യതയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ നരേന്ദ്രമോദിജി അവിടെ ചെന്നാൽ കിട്ടുന്നത്. ഇന്ത്യക്കാരന്റെ അഭിമാനം വളർന്നോ? ലോകത്തെ 4ാമത്തെ സമ്പദ്ഘടനയായി ഈ രാജ്യത്തെ വളർത്തി ബഹുമാനപ്പെട്ട നമ്മുടെ നരേന്ദ്രമോദിയും ആ സർക്കാരും. നിങ്ങൾ ആലോചിക്കണം, ഇന്ത്യയുടെ വളർച്ചയിൽ ഏറ്റവും അസൂയുള്ള രാജ്യങ്ങൾ 2 ഏതാണെന്നറിയാമോ? ഒന്നാമത്തത് ചൈനയാണ്, അവരുടെ ഏറ്റവും വലിയ 2ാമത്തെ മാർക്കറ്റ് ഇന്ത്യ. ഒരു 5 വർഷം മുമ്പ് BJP ഗവൺമെന്റ് 1680ഓളം പ്രോഡക്റ്റുകൾ ചൈനയുടെ ഇന്ത്യയിൽ നിരോധിച്ചു. അന്ന് ഞാൻ ഉൾപ്പെടെയുള്ളവർ കണക്കുകൾ നിരത്തി ചാനലുകളിൽ പറഞ്ഞു ഇത് ഏറ്റവും വലിയ മണ്ടൻ തീരുമാനമെന്ന് പറഞ്ഞു. പക്ഷെ കാലം തെളിയിച്ചു അതെല്ലാം ഇന്ത്യയിൽ ഉണ്ടാക്കി ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി കൊണ്ട് സാധിച്ചു. അതാണ് ഇന്ത്യയുടെ വളർച്ച. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ലോകത്തിന് മുമ്പിൽ അന്തസ്സുള്ള രാജ്യമായി തലയെടുപ്പോടെ നിൽക്കുന്നതിന് ഏക കാരണം ഈ ഭരണകൂടമാണ്. എന്നിട്ടും നമ്മളെ പഠിപ്പിക്കുന്നു ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ ഇടതും വലുതും, എസ്പെഷ്യലി ഞാനുണ്ടായിരുന്ന ഇടതുപക്ഷ പാർട്ടികളും BJP തൊട്ടുകൂടാ വർഗീയവാദികളാണ്, എന്തോ രാജ്യദ്രോഹികളെ കാണുന്ന പോലെ RSSന്റെ സുഹൃത്തുക്കളെയും BJP സുഹൃത്തുക്കളെയും കാണാൻ എന്ന് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചു. ആ പഠനത്തിനൊന്നും ഞാൻ നിന്ന് കൊടുത്തിട്ടില്ല. അത് വേറെ പുസ്തകം. കാരണം എന്റെ സുഹൃത്തുക്കൾ ഒത്തിരി പേര് എന്റെ നാട്ടിൽ RSS വേറുണ്ട്. ചെറുപ്രായം പോലെ ഞങ്ങൾ ഇന്നും സുഹൃത്തുക്കളാണ്. പക്ഷെ ഇടതുപക്ഷം സോഷ്യലിസം എന്ന പദങ്ങള് ചെറുപ്പത്തിലെ ഫീഡ് ചെയ്തുകൊണ്ട് ഊരിയെടുക്കാൻ പാടുപെട്ടു. പക്ഷേ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, നിങ്ങളുടെ ധർമ്മം ഈ നാട്ടിലെ മനുഷ്യരുടെ ബ്രെയിൻ വാഷിങ്ങിന് വിധേയമാക്കി ഈ നാടിനെ മറ്റു നാടുകളിലേക്ക് കാലം പുറകോട്ട് കൊണ്ടുപോയതിന്റെ മുഖ്യ പങ്ക് വഹിച്ച നമ്മളെ 1/2 നൂറ്റാണ്ടിലേക്ക് പിന്നിലാക്കിയ ഈ ആശയത്തെയും ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ഈ ഭരണകൂടത്തെയും ഇവിടുന്ന് തൂത്തെറിഞ്ഞില്ലെങ്കിൽ നാളത്തെ തലമുറ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നുള്ള കാര്യത്തിൽ there is no doubt. ഇതെല്ലാം ബോധ്യമായതുകൊണ്ടാണ് ഞാൻ ആദ്യം ബോധ്യപ്പെടുത്തിയ എന്റെ ഭാര്യ ഒരു അധ്യാപിക പറഞ്ഞല്ലോ. എന്റെ ഭാര്യ ഒരു കോൺഗ്രസ് കുടുംബത്തിലാണ്. എന്റെ ഒപ്പം ചേർന്ന ശേഷം CPM വോട്ട് ചെയ്യും. അവളെ ഞാൻ ബോധ്യപ്പെടുത്തി. എന്റെ മക്കളെ എന്റെ ഭാര്യയിലൂടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. കാരണം അവര് എനിക്ക് ബോധ്യമാണെങ്കിലും കുടുംബത്തെ ബോധ്യപ്പെടുത്താതെ വരുന്നതിനകത്ത് ഒരു രസമില്ല. അതാണല്ലോ നമ്മൾ ആത്യന്തികമായിട്ട് നോക്കേണ്ടത്. എന്റെ സഹോദരങ്ങൾ, എന്റെ ഒരു സിസ്റ്റർ യൂസില, ഇവരെല്ലാം പറഞ്ഞു പറയുമ്പോൾ അവരെല്ലാവരും വിദേശത്ത് ജീവിക്കുന്നവർക്കാണ് ഈ രാജ്യത്തിന് വില അറിയാവുന്നത്. അവര് പറഞ്ഞു ഇമ്മീഡിയറ്റ് ആയിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ എന്റെ ആത്മസുഹൃത്തുക്കൾ, നിങ്ങൾക്കറിയാമല്ലോ, അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ബന്ധപ്പെടുന്ന ചില ആളുകളോട് പറഞ്ഞു ഞാനിങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തി. കാരണങ്ങൾ ഇതാണ്. നിങ്ങളോട് പറഞ്ഞില്ല എന്ന് വേണ്ട, എല്ലാവരോടൊന്നും പറയത്തില്ല. ചർച്ചകളൊക്കെ പൂർത്തീകരിച്ചു. ഒരു ചർച്ചയില്ല, ഒരു ഡിമാൻഡുമില്ല. അതോട് പറയാം, ഇങ്ങോട്ടും ഒരു ഡിമാൻഡില്ല. കേരളത്തിലെ നാളുകളിലെ മനുഷ്യജന്മങ്ങളെ ഈ നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കണമെങ്കിൽ, അവന് ജീവിക്കാനുള്ള അവസരങ്ങൾ ഒരുങ്ങണമെങ്കിൽ കേന്ദ്ര BJP സർക്കാരിനോടൊപ്പം പുരോഗതിയുടെയും പുരോഗമനത്തിന്റെ പാത ഈ രാജ്യത്ത് ചരിത്രത്തിനകത്തേക്ക് കാട്ടിത്തുന്ന ഈ ഭരണകൂടത്തിനോടൊപ്പം ആശയപരമായി പോലും സഞ്ചരിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പോലും എന്നോട് നോ എന്ന് പറഞ്ഞില്ല. അതിൽ വളരെ പ്രശസ്തരായിട്ടുള്ള ചില ആളുകളുണ്ട്, പേരൊന്നും ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അങ്ങനെയാണ് ഞാൻ BJPയിൽ പ്രവേശിക്കുന്നത്. തികച്ചും സാധാരണക്കാരനായ എന്റെ BJP പ്രവേശനം 2 ദിവസം മാധ്യമങ്ങൾ മാന്യമായി ആഘോഷിച്ചു. എനിക്ക് വന്ന ഫോൺ കോളുകളിൽ
ഇടതുപക്ഷ നേതാക്കന്മാരുണ്ട്, വലതുപക്ഷ നേതാക്കന്മാരുണ്ട്, വലിയ ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്, സാധാരണക്കാരുണ്ട്, ഏറ്റവും ഒരു വിദേശ മലയാളികൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, റൈറ്റ് ഡിസിഷൻ ഇൻ ദ റൈറ്റ് ടൈം. ഇത് നിങ്ങളോട് ഞാൻ പറയാൻ കാരണം, നിങ്ങൾ അധ്യാപക സുഹൃത്തുക്കളാണ്. മാന്യമായി ജീവിക്കാനും തന്റെ ആശയങ്ങൾക്കൊപ്പം വളരാനും കേരളത്തിൽ ഇനി വരുന്ന തലമുറകൾക്ക് ഈ വികസനങ്ങൾ കാട്ടിത്തരുന്നതിനോടൊപ്പം സഞ്ചരിക്കണം എന്ന് നിങ്ങൾ കുട്ടികളോട് പറയണം. നിങ്ങൾ രാഷ്ട്രീയമൊന്നും പറയരുത്, മാത്രം പറഞ്ഞാൽ മതി. കുട്ടികളുടെ വിരൽത്തുമ്പിൽ എല്ലാം ഉണ്ട്, ഫോണിനകത്ത്. ഞാൻ ആദ്യമായിട്ട് BJP-യിൽ വന്നതിന് ശേഷമുള്ള ഒരു പൊതുയോഗമാണ് അത്. ഈ മഹത്തായ സംഘടനയുടെ കൊല്ലം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള വിദ്യാഭ്യാസ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് കിട്ടിയത് ഒരു അസുലഭ അവസരമാണ്. അത് ഞാൻ ഏറ്റവും ബഹുമാനത്തോടെ എൻ്റെ മനസ്സിൽ കുറിച്ചു വെച്ചു. എൻ്റെ സുഹൃത്തിപ്പോൾ അവിടെ ഉണ്ട്. ഞാൻ അദ്ദേഹത്തിനോടും പറഞ്ഞു, ഇങ്ങനെയൊരു ഇതിനാ പോണേ. അപ്പൊ നമ്മളൊന്ന് മനസ്സിലാക്കുകയും, വിദ്യാഭ്യാസം എന്ന് പറയുന്ന അടിസ്ഥാന മേഖല ഇടതുപക്ഷ ആശയങ്ങളും പിന്തിരിപ്പിന് ആശയങ്ങളും വികസനത്തിന് പുറകോട്ടടിക്കുന്നതും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടൂൾസുകൾ വന്നാൽ അത് നോ എന്ന് പറയുന്നു. ഈ SFI കുഞ്ഞുങ്ങളെ തെരുവിലിറക്കി ഈ കുട്ടികളെ എല്ലാം അപരിഷ്കൃത യൂത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന ഈ സർക്കാരും ഈ ആശയവും ഇവിടെ കുഴിച്ചുമൂടിയില്ലെങ്കിൽ നാളുകളിൽ നമ്മുടെ കേരളം ലോകത്തെ ഏറ്റവും അധപ്പതിച്ച ഒരു നാടായി മാറും. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 5 മിനിറ്റ് ഒരു കാര്യം പറയാൻ എന്റെ അനുവദിക്കണം. റിവേഴ്സ് മൈഗ്രേഷൻ ലോകത്തിൽ ആരംഭിച്ചു. പ്രിയപ്പെട്ട ഗുരുക്കന്മാർക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിങ്ങൾ നാളുകളിൽ കേരളത്തിലെ ഉത്തമ പൗരന്മാരെ സൃഷ്ടിക്കുകയും കേരളത്തിലുടനീളം നിങ്ങളുടെ കയ്യൊപ്പുകളും കരസ്പർശങ്ങളിലൂടെ കേരളത്തിൽ നല്ല പൗരബോധമുള്ള, ദേശീയതയിൽ വിശ്വസിക്കുന്ന, വികസന ബോധമുള്ള പൗരന്മാരെ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകട്ടെ. നിങ്ങൾ തഴച്ചു വളരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും ഞാൻ ഈ വിദ്യാഭ്യാസ സെമിനാർ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.